السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, പരിശുദ്ധ ഇസ്ലാം ഏറ്റവും മനോഹരമായ, ഏറ്റവും മാതൃകാ യോഗ്യമായ ഒരു ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ ദീൻ, പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത്. ഇത് അല്ലാഹുവിൻ്റെ വഹയാണ്, റബ്ബിൻ്റെ കലാമാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ദീൻ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. ഏത് കാലഘട്ടത്തിനും അനുയോജ്യമാണ് ഈ പരിശുദ്ധ ഇസ്ലാം. ഇതിൻ്റെ പ്രത്യേകത ഒന്ന്, പരിപൂർണമാണിത്. രണ്ടാമത്തേത്, ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ്. മൂന്നാമത്തേത്, ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ബാക്കിയാകും. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ടതാണ്, ഏതൊക്കെ നന്മകളുണ്ടോ, നല്ല കാര്യങ്ങളുണ്ടോ, അതെല്ലാം ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഹയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മോശമായ, തിന്മയായ, വൃത്തികെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വഹയിലൂടെ നമുക്ക് വിലക്കിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് 5 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ദീനാണ്, മതമാണ്. മതമെന്നത് കളിക്കാനോ തമാശ പറയാനോ പരിഹസിക്കാനോ ഉള്ളതല്ല. രണ്ടാമത്തേത്, ബുദ്ധി. മനുഷ്യൻ്റെ ബുദ്ധി എന്നത് വളരെയേറെ പ്രാധാന്യം നൽകിയ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതിന് കേടുപാടുണ്ടാക്കുന്ന ഒന്നും ഈ ദീനിൽ അനുവദനീയമല്ല. മൂന്നാമത്തേത്, ശരീരമാണ്, രക്തമാണ്. അതിൻ്റെ സംരക്ഷണം ഈ ദീനിൽ നമുക്ക് കാണാം. നാലാമത്തേത്, സമ്പത്ത്.
ഒരാളുടെയും സമ്പത്ത് അന്യായമായി മറ്റൊരാൾക്ക് അനുവദനീയമാവുകയില്ല. അഞ്ചാമത്തത് അഭിമാനമാണ്. ഒരാളുടെയും അഭിമാനം ഹനിക്കാനോ പിച്ചു ചീന്താനോ പാടുള്ളതല്ല. സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങൾക്ക് മഹാന്മാരായ ഉലമാക്കൾ, ഫുഖഹാക്കൾ അൽ-ലറൂറത്തുൽ ഖംസ എന്ന് പേരിട്ട് വിളിച്ചതായി കാണാം. ഈ ദീനിൽ സംരക്ഷിക്കപ്പെടേണ്ട വളരെയേറെ പ്രാധാന്യം നൽകപ്പെട്ട 5 കാര്യങ്ങളാണ്. അതിലൊന്നിനെ കുറിച്ചാണ് ഇന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. അഥവാ മൂന്നാമതായി പറഞ്ഞ നഫ്സ്, ഒരാളുടെ ശരീരം, ഒരാളുടെ രക്തം. ഒരു മനുഷ്യൻ്റെ രക്തമെന്നത് പവിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട് ഈ ദീനിൽ രക്തത്തിന്, അതുപോലെ ശരീരത്തിന്. അല്ലാഹു പറഞ്ഞു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ന്യായപ്രകാരമല്ലാതെ, അഥവാ കൊലക്ക് കൊല എന്ന രൂപത്തിൽ ശിക്ഷാ നടപടിക്രമങ്ങൾ, അതുപോലെ പകരത്തിന് പകരം എന്ന രൂപത്തിൽ അല്ലാതെ ഒരു നഫ്സിനെയും അഥവാ ഒരു ശരീരത്തെയും നിങ്ങൾ ഹനിച്ചു കളയരുത്, കൊന്നുകളയരുത്. അല്ലാഹു അതാ അവൻ്റെ നല്ലവരായ അടിമകൾ, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ, അവരുടെ വിശേഷണങ്ങൾ എണ്ണിപ്പറഞ്ഞു സൂറത്തുൽ ഫുർഖാനിലൂടെ. അല്ലാഹു പറയുന്നു, അവരുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവർ അല്ലാഹുവിന് പുറമെ മറ്റൊരു ആരാധ്യനെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ന്യായത്തിനു വേണ്ടിയല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നഫ്സിനെയും ഒരു ശരീരത്തെയും അവർ കൊന്നുകളയുകയുമില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രത്യേകതയാണിത്. അള്ളാഹുവിൻ്റെ ദീനിൽ മനുഷ്യരുടെ രക്തത്തിനും ശരീരത്തിനും മാത്രമല്ല പ്രിയമുള്ളവരെ, മൃഗങ്ങളുടെ, കന്നുകാലികളുടെ, അതുപോലെ ജീവജാലങ്ങളുടെ, ജന്തുക്കളുടെ ജീവന് വരെ വില നൽകിയിട്ടുണ്ട്. അതാ മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, മർറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഹ്തിൻ മിനൽ അൻസാരി വഖദ് നസബു ഹമാമതൻ യർമൂനഹാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിൽപ്പെട്ട ചില ആളുകളുടെ അരികിലൂടെ നടക്കുകയുണ്ടായി. അവരതാ ഒരു പക്ഷിയെ നിർത്തിയിരിക്കുന്നു. എന്നിട്ട് അതിന് നേരെ ഉന്നം വെച്ചിങ്ങനെ എറിഞ്ഞു കളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തഖിദു ശൈഅൻ ഫീഹി റൂഹു ഗറളൻ. റൂഹുള്ള, ജീവനുള്ള, ആത്മാവുള്ള ഒന്നിനെയും ഇതുപോലെ കളിയായി, വിനോദമായി നിങ്ങൾ നിശ്ചയിക്കരുത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ജീവനുള്ള ഒന്നിനെയും, അഥവാ ഒരു ജീവിയുടെ, ഒരു പക്ഷിയുടെ ജീവന് പോലും വില നൽകിയ പവിത്രമായ പരിശുദ്ധ ദീനിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അൽഹംദുലില്ലാ. ഒരു പക്ഷിയുടെ, ഒരു ജന്തുവിൻ്റെ ജീവന് വില നൽകിയ മതമാണ് ഇസ്ലാമെങ്കിൽ സഹോദരങ്ങളെ, മനുഷ്യർക്കുള്ള സ്ഥാനമെന്താണ്? മനുഷ്യൻ്റെ രക്തത്തിനും മനുഷ്യൻ്റെ ശരീരത്തിനുമുള്ള സ്ഥാനമെന്താണ്? അതങ്ങനെ അന്യായമായി ഹനിച്ചു കളയുക എന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതാ നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 മക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആദം നബിയുടെ 2 മക്കൾ, അവരിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയുണ്ടായി. അഥവാ ഖാബീൽ എന്ന സഹോദരൻ ഹാബീലിനെ കൊല്ലുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ കൊലക്ക് ശേഷം ഖാബീലിന്റെ അവസ്ഥ എന്താണ്? ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. അവൻ നഷ്ടക്കാരിൽ പെട്ടുപോയി. ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഫഅസ്ബഹ മിനൻ നാദിമീൻ. അവൻ അങ്ങേയറ്റം സങ്കടക്കടലിൽ ആഴ്ന്നുപോയി എന്നാണ്. സഹോദരങ്ങളെ നോക്കൂ, ഭൂമുഖത്ത് നടന്ന ആദ്യത്തെ കൊലപാതകം പരിശുദ്ധ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് വിവരിച്ചു നൽകുന്നത് എന്താണ്? ആ കൊലപാതകം കേട്ട് ഊർജം കൊള്ളാനാണോ? അതല്ല, ആ കൊലപാതകത്തിൽ
മാതൃകയുണ്ട് എന്നാണോ? രക്തദാഹത്തോടെ ജീവിക്കണമെന്നാണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തന്നത് അല്ല പ്രിയമുള്ളവരെ. മറിച്ച് ഒരു മനുഷ്യന്റെ ശരീരം ഹനിക്കുക എന്നത് നഷ്ടക്കാരിൽ പെട്ടുപോവാൻ, അതുപോലെ ദുഃഖത്തിൽ ആണ്ടുപോവാൻ, പരലോകം നഷ്ടപ്പെട്ടു പോവാൻ കാരണമായി തീരുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനിയും നമുക്ക് കാണാം, അല്ലാഹു അതാ ശേഷം പറയുന്നു, ആ ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, മിൻ അജ്ലി ദാലിക്, ആ കാരണത്താൽ കതബ്നാ അലാ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേല്യർക്ക് നാം നിർബന്ധമാക്കി, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ആരെങ്കിലും ഒരു ശരീരത്തിന് പകരം അഥവാ കൊലക്ക് പകരം ശിക്ഷയായി കൊണ്ടല്ലാതെ ഒരു നഫ്സിനെ കൊല്ലുകയോ അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലല്ലാതെ ഒരു നഫ്സിനെ കൊല്ലുകയോ ചെയ്താൽ അവൻ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. സഹോദരങ്ങളെ നോക്കൂ, കൊലക്ക് കൊല എന്ന രൂപത്തിൽ ശിക്ഷയെന്നോണം ഒരു മനുഷ്യനെ കൊല്ലുക എന്നതല്ലാതെ അന്യായമായി ഒരു നഫ്സിനെ കൊന്നാൽ, ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നതുപോലെയാണ്. ശേഷം അല്ലാഹു പറയുന്നു, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ, ഇനി ആരെങ്കിലും ഒരാളെ ജീവിപ്പിച്ചാൽ അഥവാ കൊല ചെയ്യാതെ, മുഫസ്സിറുകൾ വിശദീകരിച്ചതുപോലെ കൊലപാതകത്തിൽ ഏർപ്പെടാതെ തൻ്റെ കൈകൾ അവയവങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ അവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ജീവൻ നൽകിയതുപോലെയാണ്, ജീവിപ്പിച്ചതുപോലെയാണ്. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ ദീൻ എന്തൊരു മനോഹരമാണ്, എന്തൊരു ലാളിത്യമാണ്, എത്ര മഹത്തരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ശരീരത്തിന് നൽകിയ പവിത്രത നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ദീനിലെ നിയമങ്ങളാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. ഇനി ഇതാ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമ, ഒരു സത്യവിശ്വാസി അവൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ വിശാലതയുള്ളവനായിരിക്കും. അള്ളാഹു പവിത്രത നൽകിയ ഒരു രക്തം, ഒരു ശരീരം അതവൻ്റെ കൈകളിൽ പുരളാത്ത കാലത്തോളം. സഹോദരങ്ങളെ, ഇന്നിതാ കാശ്മീരിലെ പെഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ചില നിരീശ്വരവാദികൾ അടക്കമുള്ള ഇവിടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വർഗീയവാദത്തിനും വിത്ത് വിതക്കുന്ന ചില ആളുകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കുതിര കയറുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് ഞാൻ ഈ കേൾപ്പിച്ചത്. ഒരു സത്യവിശ്വാസി അവൻ്റെ ദീനിൽ വിശാലതയുള്ളവനായിരിക്കും, അവൻ സമാധാനത്തിലായിരിക്കും, അവൻ്റെ പരലോകം രക്ഷപ്പെടുന്ന രൂപത്തിലായിരിക്കും, അവൻ്റെ കൈകളിൽ രക്തം പുരളാത്ത കാലത്തോളമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, എന്നിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അപവാദം പറയുന്ന ആളുകളെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? അവർ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കട്ടെ എന്നാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ഭീകരാക്രമണത്തിന് ശേഷം ലോകത്തെ മുസ്ലിമീങ്ങൾ, മുസ്ലിം ഭരണാധികാരികൾ അതിനെ അപലപിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഒരൊറ്റ മുസ്ലിമും ഈ ഭീകരവാദത്തെ ന്യായീകരിച്ചിട്ടില്ല. ഒരാൾക്കും അതിൻ്റെ പേരിൽ സന്തോഷമുണ്ടായിട്ടില്ല, ഒരാളും ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടില്ല. മറിച്ച് അങ്ങേയറ്റം അപലപനീയമായ ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് നോക്കൂ, ഇസ്ലാമിൻ്റെ അധ്യാപനമാണിത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നിയമമാണിത്. ഇനിയും അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന, പരസ്പരം കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിം അല്ലാത്ത ആളുകളെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ അവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല. വഇന്ന റീഹഹാ തൂജദു മിൻ മസീറതി 40 ആമൻ, സ്വർഗത്തിന്റെ പരിമളം 40 വർഷം ഇങ്ങോട്ടേക്ക് അടിച്ചു വീശുന്നു, അതിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് ചെയ്തയാൾക്ക് സ്വർഗം കിട്ടുമെന്നാണോ
അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത്. എന്നിട്ട് ചില ആളുകൾ പറയുന്നു ഈ ചെയ്ത ഭീകരവാദം അത് സ്വർഗത്തിലേക്കുള്ളതാണ്, സ്വർഗം ലഭിക്കാനുള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന്. ഇല്ല പ്രിയമുള്ളവരെ, ഇല്ല സുഹൃത്തുക്കളെ. അഭിമാനത്തോടുകൂടി ഓരോ മുസ്ലിമും ഈ ഹദീസ് പാരായണം ചെയ്യുന്നു, ഈ ഹദീസ് വായിക്കുന്നു, ഈ നബിവചനം നെഞ്ചിലേറ്റുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ ആദർശം. ഇങ്ങനെയുള്ള ഭീകരാക്രമണം ഒളിവിലും മറവിലും ഇരുട്ടിന്റെ മറവിലും കൊല്ലാനും കൊലവിളിക്കാനും ആക്രമണം നടത്താനും പൊട്ടിത്തെറിക്കാനും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. അതാണ് ഇത്രയും കാലമുള്ള മുസ്ലിമീങ്ങളുടെ ഇവിടെയുള്ള ജീവിതം സാക്ഷിയായത്. നിങ്ങൾ നോക്കൂ, കാലങ്ങളായി മുസ്ലിമീങ്ങൾ ഇവിടെ ജീവിക്കുന്നു. എത്ര പേരാണ് ഇതുപോലെയുള്ള ഭീകരവാദത്തിൽ ഏർപ്പെട്ടത്? ഇങ്ങനെയുള്ള ആളുകളെ എത്ര പേർ ന്യായീകരിച്ചു? ഒരൊറ്റ മുസ്ലിമും ന്യായീകരിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇതുപോലെയുള്ള ഭീകര സംഘടനകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. അതാ പഴയ കാലത്ത് ഉസാമ ബിൻ ലാദൻ വന്നപ്പോൾ അറബ് രാജ്യങ്ങളിലെ മഹാന്മാരായ ഉലമാക്കൾ അയാൾക്കെതിരെ ശക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇന്നും അവരുടെ കിതാബുകൾ നമുക്ക് കാണാം. അതിനുശേഷം വന്ന അൽ ഖാഇദ ആവട്ടെ, ISIS ആവട്ടെ, ഏത് ഭീകര സംഘടനയാവട്ടെ, മുസ്ലിം ലോകത്തെ ഉലമാക്കൾ പണ്ഡിതന്മാർ ഒരുപോലെ അതിനെല്ലാം എതിർത്തിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ ദീനിൽ ഇതുപോലെയുള്ള ഒരു ഭീകരവാദമില്ല, തീവ്രവാദമില്ല, ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യമില്ല പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, നിരപരാധികളായ ആളുകൾക്കിടയിൽ ചെന്ന് വെടിയുതിർക്കാൻ എങ്ങനെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കും? റഹ്മാനായ റബ്ബിന്റെ ദീൻ എങ്ങനെ അത് പഠിപ്പിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിക്കും? പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, മക്കയിൽ ഒരുപാട് പീഡിപ്പിച്ച ആളുകൾ, മക്കയിലെ മുശ്രിക്കുകൾ, അവർ പിന്നീട് മക്ക വിജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വന്നപ്പോൾ ഭയന്ന് വിറച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പകരം വീട്ടുമോ കൊന്നുകളഞ്ഞേക്കുമോ എന്നവർ പേടിച്ചിരുന്നു. പക്ഷേ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇദ്ഹബൂ, നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾ നിർഭയരാണ്, നിങ്ങൾ വിട്ടയക്കപ്പെട്ടവരാണ്, നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാണ്. എത്ര എത്ര ചരിത്ര സംഭവങ്ങൾ സാക്ഷിയാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് ആ ദീനിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അതുകൊണ്ട് ഓരോ മുസ്ലിമും അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്നു, ഇതുപോലെയുള്ള തീവ്രവാദങ്ങൾക്കോ ഭീകരവാദങ്ങൾക്കോ നാം അനുകൂലിക്കുന്നില്ല. ഒരിക്കലും ഇത് അള്ളാഹുവിന്റെ ദീനല്ല. ലോകർക്ക് കാരുണ്യമായി അള്ളാഹു അയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, ഒരാളുടെയും മുന്നിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ, ഇതുപോലെയുള്ള വൃത്തികെട്ട ആളുകളുടെ പ്രവർത്തനത്തിന്റെ പേരിൽ തലകുനിക്കേണ്ടി വരാത്തവരാണ് ഞാനും നിങ്ങളും. അൽഹംദുലില്ലാ, ഖിയാമത്ത് നാൾ വരെ ആരോടും പറയാൻ സാധിക്കുന്ന പ്രമാണങ്ങളാണ് നമ്മുടെ കൈകളിലുള്ളത്. അതാണ് അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് വഹയായി എനിക്കും നിങ്ങൾക്കും അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഈ ദീൻ എന്നത് സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ, നീതിയുടെ, സത്യസന്ധതയുടെ, സംസ്കാരത്തിന്റെ, ധാർമ്മികതയുടെ ദീനാണിത്. അള്ളാഹുവിന്റെ ദീനിൽ ഒരിക്കലും ചതിയോ വഞ്ചനയോ പിന്നിൽ നിന്നുള്ള ആക്രമങ്ങളോ ഇല്ല. ഈ ആളുകൾ ഇത് ജിഹാദായി കാണുന്നുവെങ്കിൽ ഉറപ്പിച്ചു പറയുക പ്രിയമുള്ളവരെ, ഇത് ജിഹാദല്ല. ഇരുട്ടിന്റെ മറവിൽ ഒരു ജിഹാദ് അള്ളാഹുവിന്റെ ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ആണുങ്ങളായി, പുരുഷന്മാരായി നെഞ്ചുവിരിച്ച് ശത്രുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കലാണ് ജിഹാദ്. അതാണ് പോരാട്ടം. അതല്ലാതെ നിരപരാധികളായ ആളുകളെ കൊന്നുകളഞ്ഞ് പിന്നിൽ കൂടെ വന്ന് വെടിയുതിർത്ത് ആളുകൾക്കിടയിൽ ചെന്ന് പൊട്ടിത്തെറിച്ച് അങ്ങനെയുള്ള ചാവേറാക്രമങ്ങളും ബോംബ് സ്ഫോടനങ്ങളും അല്ല അള്ളാഹുവിന്റെ ദീനിലുള്ള ജിഹാദ്. അത് വേറെ തന്നെ പഠിക്കേണ്ട നിയമമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അഭിമാനത്തോടെ നമ്മൾ പറയുന്നു, അൽഹംദുലില്ലാ, ഇതുപോലെയുള്ള ഭീകരാക്രമങ്ങൾ, ഇതുപോലെയുള്ള തീവ്രവാദ സംഘങ്ങൾ, സംഘടനകൾ, അതുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിനും മുസ്ലിമിനും അതുമായി യാതൊരു ബന്ധവുമില്ല. മെഴുകുതിരിവട്ടത്തിൽ ചർച്ച ചെയ്ത്
ആളുകൾക്കിടയിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ അതല്ലെങ്കിൽ അവരെ കൊന്നുകളയാൻ പോകുന്ന ഒരു സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങൾ സഹിക്കുന്ന കാലഘട്ടത്തിൽ പോലും പഠിപ്പിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ചരിത്രം, ആദ്യകാലത്ത് ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിമീങ്ങൾ. അതുകൊണ്ടല്ലേ ഹിജ്റ പോയത്. എന്തിനാണ് പ്രിയമുള്ളവരെ സ്വന്തം രാജ്യം വിട്ട്, സ്വന്തം നാട് വിട്ട് അവർ മറ്റു രാജ്യങ്ങളിലേക്ക്, മറ്റു നാടുകളിലേക്ക് പോയത്? അബ്സീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഹിജ്റ പോയി. അതിനുശേഷം മദീനയിലേക്ക് പോയി. എന്തിനു വേണ്ടി? അവിടെയുള്ള പീഡനങ്ങൾ, അവരുടെ ക്രൂരതകൾ സഹിക്കവയ്യാതെയാണ്. ചരിത്രത്തിൽ ബിലാലും അമ്മാറും യാസിറും ഖബ്ബാബും സുമയ്യയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ അനുഭവിച്ച പീഡനങ്ങൾ എത്രയാണ്! എവിടെ പ്രിയമുള്ളവരെ ഇതുപോലെ നിരപരാധികളായ ആളുകൾക്കിടയിൽ പോയി പൊട്ടിത്തെറിക്കാനും അവരെ കൊന്നുകളയാനും ഇരുട്ടിന്റെ മറവിൽ വധിച്ചു കളയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം രൂപീകരിച്ചു. എവിടെയാണ് ദീനിൽ ഇതിന് മാതൃകയുള്ളത്? ഇല്ല സഹോദരങ്ങളെ, രക്തദാഹികളുടെ മതമല്ല ദീൻ. നമ്മുടെ ഉസ്താദുമാരിൽ ചിലർ പറഞ്ഞതുപോലെ രക്തദാഹികളുടെ ദീനല്ല ഈ പരിശുദ്ധ ഇസ്ലാം. ഇത് കാരുണ്യത്തിന്റെ മതമാണ്, ഇത് സത്യത്തിന്റെ മതമാണ്, ഇത് നീതിയുടെ മതമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനം ഏകദൈവാരാധന, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്നത് ഏത് മനുഷ്യനും കേൾക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാൻ രൂപത്തിലുള്ള നിയമമാണ്. 5 നേരത്തെ നിസ്കാരങ്ങൾ, എല്ലാ നന്മകളും അതുപോലെ എല്ലാ തിന്മകളും എതിർക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്നുകൊണ്ട് പറയാം, ഇതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, യജീഉൽ മഖ്തൂലു ബിൽ ഖാതിൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കൊല്ലപ്പെട്ടവൻ കൊന്നവനുമായി കടന്നു വരും. എങ്ങനെയാണ് വരിക? നാസിയതുഹു വറഅസുഹു ബിയദിഹി, കൊന്നവന്റെ മൂർധാവും തലയും കൊല്ലപ്പെട്ടവന്റെ കൈകളിലായിരിക്കും. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഔജാദുഹു തശ്ഹബു ദമൻ, അവന്റെ ഞരമ്പുകളിലൂടെ രക്തം ഒലിച്ചു വീഴുന്നുണ്ടാകും. യഖൂൽ, കൊല്ലപ്പെട്ടവൻ ഈ കൊന്നവനുമായി ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയും, യാ റബ്ബ്, എന്റെ റബ്ബേ, ഖതലനി ഹാദാ, ഇതയാൾ എന്നെ കൊന്നുകളഞ്ഞു, ഇയാൾ എന്നെ കൊന്നവനാണ്. ഹത്താ യുദ്നിയഹു മിനൽ അർശ്, അള്ളാഹുവിന്റെ അർശ് വരെ, അർശിന്റെ അരികിലേക്ക് അയാൾ ചെല്ലുമെന്നാണ്. സഹോദരങ്ങളെ, കൊല്ലപ്പെട്ടവൻ കൊന്നവനുമായി ഇതുപോലെ കടന്നു വരും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇത് പ്രോത്സാഹനമാണോ? അതല്ല ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുമോ? ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ ദീൻ എന്നത് ഇത്ര മനോഹരമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഇതുപോലെയുള്ള ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിൻ വറതാതിൽ ഉമൂരില്ലതി ലാ മഖ്റജ ലിമൻ ഔഖഅ നഫ്സഹു ഫീഹാ സഫ്ക ദമിൽ ഹറാമി ബിഗൈരി ഹില്ലിഹി. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കേട്ടു വളർന്ന മഹാനായ സഹാബിയുടെ വാക്കാണിത്. ഒരാൾ തൻ്റെ സ്വന്തത്തെ ഇതുപോലെയുള്ള ഒരു കാര്യത്തിൽ ചെന്നു പതിപ്പിക്കുകയാണെങ്കിൽ, വീഴ്ത്തുകയാണെങ്കിൽ ഒരു കാലത്തും അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ്. ഏതാണ് ആ കാര്യം? രക്തം ചിന്തുക, രക്തം കൈകളിൽ പുരളുക, അള്ളാഹു പവിത്രത നൽകിയ ഒരു നഫ്സിനെ കൊന്നുകളയുക എന്ന കാര്യമാണത്. സഹോദരങ്ങളെ നോക്കൂ,
അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണിത്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് എങ്ങനെ ഇതുപോലെയുള്ള നീചവൃത്തികളിൽ ഏർപ്പെടാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിനെതിരെ വിമർശനങ്ങളുമായി വരുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഇതുപോലെയുള്ള പ്രമാണങ്ങളിൽ നിന്ന് കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നാണ്. അതല്ലാതെ ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ട് അവൻ ചെയ്യുന്ന എന്ത് തോന്നിവാസവും ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ ശരിയല്ല, അത് നീതിയല്ല. ഇന്ന് സഹോദരങ്ങളെ, മുസ്ലിം പേരും മുസ്ലിം വേഷവും കിട്ടിയാൽ മതി ആഘോഷിക്കാൻ പുറത്താളുകളുണ്ട്. അതിനുവേണ്ടി വർഗീയതയുടെ വിത്തുപാകാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ഓരോ മുസ്ലിമും വിവേകത്തോടെ ജീവിക്കേണ്ട കാലഘട്ടമാണിത്. അന്തസ്സോടെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാനുള്ള നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മുറുകെ പിടിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമുക്ക് വിജയവും സമാധാനവും ആശ്വാസവും ഒക്കെ നൽകും. നിർഭയത്വം എന്നത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഇതുപോലെയുള്ള ആളുകൾ ലക്ഷ്യം വെക്കുന്നത് ഈ നാട്ടിലെ സമാധാനം ഇല്ലാതായി തീരുക എന്നതാണ്. നിർഭയത്വത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാതിരിക്കാനുള്ള പണിയാണ് ഇതുപോലെയുള്ള അവിവേകികളായ ആളുകൾ എടുത്തു വെക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഉല്ലാസത്തിന് വന്ന ആളുകൾ, ആഹ്ലാദിക്കാൻ വന്ന, വിനോദയാത്രക്ക് വന്ന ആളുകൾ അവരിലേക്ക് കലിമ ചൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു എന്നാണ്. എന്തൊരു വിവരദോഷികളായ ആളുകളാണവർ. ഈ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നും ചൊല്ലിക്കേണ്ട കാര്യമാണോ? ഇത് മനസ്സറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കി നാവ് കൊണ്ട് പ്രഖ്യാപിക്കേണ്ട ആദർശമാണിത്. അല്ലാതെ ചില വർഗീയവാദികൾ, വിവരമില്ലാത്ത ആളുകൾ വിളിക്കട ജയ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും വിളിപ്പിക്കേണ്ട, പറയിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ എന്ന് ഒരാളെ കൊണ്ടും വഴിയിലൂടെ പോകുന്നവനെ കൊണ്ട് വിളിപ്പിക്കേണ്ട ഒരു ദൗർഭാഗ്യത, ഒരു നാണക്കേട് നമുക്കില്ല പ്രിയമുള്ളവരെ. നമ്മുടെ റബ്ബ് മലിക്കുൽ ജബ്ബാറാണ്, അവൻ അക്ബറാണ്, അവൻ പ്രതാപിയാണ്, അസീസാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ, ഈ വിവരദോഷികൾ ചെയ്തു വെച്ച കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. മുസ്ലിമീങ്ങൾക്ക് ഇതുപോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാണ് നേരിടേണ്ടി വന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ, മുസ്ലിമീങ്ങളെ, പ്രവാചകനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇതുപോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ നാം കരുതിയിരിക്കുക. നമ്മുടെ ചോര തിളക്കേണ്ടത് ഇതുപോലെയുള്ള അവിവേകികളുടെ വാക്കുകൾ കേട്ടല്ല പ്രിയമുള്ളവരെ. അള്ളാഹുവിനനുസരിച്ച് അവൻ്റെ ദീൻ മുറുകെ പിടിച്ച് തഖ്വ പാലിച്ച് ജീവിച്ചാൽ വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വിജയം നൽകും, സമാധാനം നൽകും, ആശ്വാസം നൽകും. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ ജീവിക്കുക എന്നതാണ്. വിവരദോഷികളായ ആളുകളുടെ വാക്കുകൾ, നിരീശ്വരവാദികളായ ആളുകളുടെ വാക്കുകൾ നമ്മൾ പുച്ഛത്തോടെ അവഗണിക്കുന്നു. അതാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൽ ഖിസാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹു പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, നിങ്ങൾക്കുള്ള ജീവനാണ് ഖിസാസ്, പ്രതിക്രിയ. കൊന്നവനെ കൊല്ലുക, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുക എന്നത് ഹയാത്താണ്, ജീവനാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇസ്ലാം ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ, തിന്മകളെ വളരെ ഗൗരവത്തോടെ കാണുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, ജഅലല്ലാഹുൽ ഖിസാസ ഹയാതൻ, അള്ളാഹു പ്രതിക്രിയ എന്നത് ഹയാത്തായി, മനുഷ്യരുടെ ജീവനായി നിശ്ചയിച്ചു. ഫകം മിൻ റജുലിൻ യുരീദു അൻ യഖ്തുൽ, എത്ര ആളുകളുണ്ട് അവൻ കൊലപാതകം ചെയ്യണമെന്ന് ആഗ്രഹിക്കും, ഉദ്ദേശിക്കും. ഫതംനഉഹു മഖാഫത അൻ യുഖ്തൽ, എന്നാൽ ഖിസാസ് ഉണ്ട്, കൊലക്ക് പ്രതിക്രിയയുണ്ട്, അവൻ കൊല്ലപ്പെടും എന്ന കാരണം, എന്ന പേടി അവനെ അതിൽ നിന്നും അകറ്റി നിർത്തുന്നു. അള്ളാഹുവിൻ്റെ ദീൻ നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിയമം നമുക്ക് നിർദ്ദേശിച്ചത്. എത്ര മനോഹരമാണ്. മനുഷ്യ ജീവന് പവിത്രത നൽകി, അന്യായമായി കൊന്നുകളയരുത് എന്ന് പറഞ്ഞു. മനുഷ്യരുടേത് മാത്രമല്ല, അല്ലാത്ത ജീവികളുടെയും ജീവന് ഇസ്ലാം വില നൽകി.
തിന്മകൾക്ക് പ്രതിക്രിയ നിശ്ചയിച്ചു. അതിൽ ജീവനുണ്ട്, ജീവിതമുണ്ട് എന്ന് പറഞ്ഞു. അതില്ല എങ്കിൽ തോന്നിയവൻ തോന്നിയതുപോലെ കൊലപാതകം ചെയ്യും, അതുപോലെയുള്ള തോന്നിയവാസങ്ങളിൽ ഏർപ്പെടും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു നിലക്കും ഈ പറഞ്ഞ രൂപത്തിൽ കൊലപാതകം അതുപോലെയുള്ള രക്തം കൈകളിൽ പുരളുക എന്നത് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ സുരക്ഷിതനായി കാണാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെയുള്ള എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഈ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم اشف مرضانا ومرضى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.